നമസ്കാരം. ഏവർക്കും പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് ജനുവരി 7, 2026 ബുധൻ. അങ്ങനെ ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിന് വലിയ നഷ്ടമൊന്നും കൂടാതെ പിടിച്ചു നിൽക്കുവാൻ സാധിച്ചെങ്കിലും തുടർച്ചയായി മൂന്നാമത്തെ ട്രേഡിംഗ് സെഷനിലും നിഫ്റ്റിക്ക് നഷ്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നു. മാത്രമല്ല ബാങ്ക് നിഫ്റ്റിക്ക് 60,000 എന്ന സൈക്കോളജിക്കൽ ലെവലിന്റെ ഗ്രിപ്പും ഇന്ന് നഷ്ടപ്പെട്ടുകൊണ്ട് ഈ ലെവലിന് താഴെയായിട്ട് വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ടും വരികയുണ്ടായി. ഇന്ന് നമ്മുടെ മാർക്കറ്റിന് നഷ്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കാനുണ്ടായ കാരണങ്ങളും എന്നാൽ അതേസമയം ഒരു പരിധിവരെ ഇന്ന് നഷ്ടപ്പെട്ട് പോയ പോയിന്റുകളൊക്കെ തിരിച്ചു പിടിക്കുവാൻ ഇന്ത്യൻ മാർക്കറ്റിനെ സഹായിച്ച ഘടകങ്ങളും എന്തൊക്കെയാണെന്ന് വിശദമായി തന്നെ ഈ വീഡിയോയിൽ നമുക്ക് പരിശോധിക്കാം. ലീഡിംഗ് ആയ എല്ലാ ഇൻഡസ്ട്രീസിലും ഇന്ന് സ്ലൈറ്റ്ലി ഗ്യാപ് ഡൗണോട് കൂടിയിട്ടുള്ള ഓപ്പണിംഗ് ആയിരുന്നു ലഭ്യമായിരുന്നതും. മാത്രമല്ല ഇന്ന് നിഫ്റ്റിക്ക് 26,200 എന്ന ലെവൽ ബാലികേറമലയായി മാറുകയും ചെയ്തു. തൽഫലമായി 26,187 എന്ന ലെവലിൽ റെസിസ്റ്റൻസും നേരിടുകയുണ്ടായി. എങ്കിലും 26,067 എന്ന ലെവലിൽ സപ്പോർട്ടും എടുക്കുവാൻ സാധിച്ചതിന്റെ ഫലമായിട്ട് 37 പോയിന്റുകളുടെ നഷ്ടത്തോടുകൂടി 26,140 എന്ന ലെവലിന് മുകളിലായിട്ട് വ്യാപാരം അവസാനിപ്പിക്കുവാനുമായി. അതേസമയം സെൻസെക്സിന് 102 പോയിന്റുകളുടെ നേരിയ നഷ്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കേണ്ടി വന്നപ്പോൾ ബാങ്ക് നിഫ്റ്റിക്ക് 127 പോയിന്റുകളുടെ നഷ്ടത്തോടുകൂടി 59,990 എന്ന ലെവലിലും വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ട് വരികയുണ്ടായി. എങ്കിലും ഇന്ന് NSEയുടെ അഡ്വാൻസ് ഡിക്ലൈൻ റേഷ്യോയിൽ 1,490 സ്റ്റോക്കുകൾക്ക് നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനുമായി. അതേസമയം 1,362 സ്റ്റോക്കുകൾക്ക് നഷ്ടത്തോടുകൂടിയും വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ട് വന്നു. ടൈറ്റാൻ കമ്പനി, ടെക് മഹീന്ദ്ര, ഇൻഫോസിസ്, വിപ്രോ, ജിയോ ഫൈനാൻഷ്യൽ തുടങ്ങിയ സ്റ്റോക്കുകൾ ഇന്ന് നിഫ്റ്റിയിൽ നേട്ടം കൈവരിച്ചപ്പോൾ സിപ്ല, മാരുതി സുസുക്കി, മാക്സ് ഹെൽത്ത് കെയർ, ടാറ്റ മോട്ടോഴ്സ് പാസഞ്ചർ വെഹിക്കിൾസ്, പവർ ഗ്രിഡ് തുടങ്ങിയ സ്റ്റോക്കുകൾക്ക് ഇന്ന് നിഫ്റ്റിയിൽ നഷ്ടവും നേരിടേണ്ടതായിട്ട് വരികയുണ്ടായി. ബോർഡർ മാർക്കറ്റ്സുകൾക്ക് ഇന്ന് തരക്കേടില്ലാത്ത പെർഫോമൻസും കാഴ്ചവെക്കുവാൻ സാധിച്ചു. തൽഫലമായി BSE മിഡ് ക്യാപ്പിന് 0.6%, സ്മോൾ ക്യാപ്പിന് 0.3% നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനുമായി. സെക്ടർ വൈസ് നോക്കുമ്പോൾ കൺസ്യൂമർ ഡ്യൂറബിൾസ്, IT, ഫാർമ തുടങ്ങിയ മേഖലകൾക്ക് 0.5% മുതൽ 1% നേട്ടം കൈവരിക്കുവാനായപ്പോൾ ഓട്ടോ, ഓയിൽ ആൻഡ് ഗ്യാസ്, റിയാലിറ്റി, പവർ, ടെലകോം തുടങ്ങിയ മേഖലകൾക്ക് 0.5% നഷ്ടവും നേരിടേണ്ടതായിട്ട് വന്നു. ഇന്നും ഇന്ത്യൻ രൂപയ്ക്ക് അമേരിക്കൻ ഡോളറിനെതിരെ ശക്തമായ ചെറുത്തുനിൽപ്പ് നടത്തിക്കൊണ്ട് 29 പൈസയുടെ നേട്ടം കൈവരിക്കുവാനുമായി ഇന്നലത്തെ ക്ലോസിംഗ് ലെവലിൽ നിന്നും തൽഫലമായി 89.88 എന്ന ലെവലിലായിട്ടാണ് ഇന്ന് വ്യാപാരവും അവസാനിപ്പിക്കുകയുണ്ടായത്. 2027 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ 6.8% വളർച്ച കൈവരിക്കുമെന്നും എന്നാൽ അതേസമയം ഫിസിക്കൽ കൺസോളിഡേഷൻ തുടരുമെന്നുമുള്ള റിപ്പോർട്ട്സ് ഗോൾഡ്മാൻ സാക്സ് പുറത്തുവിടുകയുണ്ടായി. ഇനി നമുക്ക് ഇന്നും തുടർച്ചയായി മൂന്നാമത്തെ ട്രേഡിംഗ് സെഷനിലും നമ്മുടെ മാർക്കറ്റിനെ നഷ്ടത്തിലേക്ക് നയിക്കുവാനുണ്ടായ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമായി തന്നെ പരിശോധിക്കാം. വളർന്നു വരുന്ന ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിനെ മാത്രമല്ല ഗ്ലോബൽ മാർക്കറ്റുകളെയും തളർത്തുകയുണ്ടായി. ഇതിനു പുറമെ വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ഇന്നലെയും 107 കോടി രൂപയ്ക്ക് മുകളിൽ സെല്ലിംഗ് നടത്തിയതും ഇന്ന് നമ്മുടെ മാർക്കറ്റില് ലിക്വിഡിറ്റി കുറയുന്നതിലും മാത്രമല്ല മാർക്കറ്റിന്റെ ഓവറോൾ സെന്റിമെന്റ്സിനെയും അത് ബാധിക്കുക തന്നെ ഉണ്ടായി. കൂടാതെ ഇന്ന് വീക്കായിട്ടുള്ള ഗ്ലോബൽ ക്യൂസും നമ്മുടെ മാർക്കറ്റിനെ തളർത്തുന്നതിൽ പ്രധാന പങ്കും വഹിക്കുകയുണ്ടായി. എന്നാൽ അതേസമയം ഇന്നത്തെ ഭൂരിഭാഗം സമയത്തും ഇന്ത്യൻ മാർക്കറ്റിന് ഇടിവ് നേരിടേണ്ടി വന്നെങ്കിലും പിന്നീട് ആ ഇടിവുകളൊക്കെ നികത്തിക്കൊണ്ട് ഏകദേശം മാർക്കറ്റിന്റെ അവസാന ഘട്ടത്തില് ചോർന്നു പോയ പോയിന്റുകൾ ഏകദേശം തിരിച്ചു പിടിക്കുവാനും നിഫ്റ്റിക്ക് സാധിക്കുകയുണ്ടായി ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് ശേഷം. തൽഫലമായി ഇന്ന് മാർക്കറ്റിന് നേരെ നഷ്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനുമായി. ഇതിലേക്ക് പ്രധാനമായും നയിക്കുകയുണ്ടായ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് വേഗത്തിൽ ഒന്ന് പരിശോധിക്കാം. തുടർച്ചയായി 2 ട്രേഡിംഗ് സെഷനിലുണ്ടായ അതിശക്തമായ ഇടിവിന്റെ ഫലമായിട്ട് പല സെക്ടേഴ്സിലും പല ക്വാളിറ്റി സ്റ്റോക്സുകളിലും വാല്യുവേഷൻസ് അട്രാക്റ്റീവായി മാറിയതോടുകൂടിയിട്ട് ഇന്ന് ടെക്നോളജി, ഫാർമസ്യൂട്ടിക്കൽസ്, കൺസ്യൂമർ ഡ്യൂറബിൾസ് തുടങ്ങിയ സെക്ടറുകളിൽ അതിശക്തമായ വാല്യൂ ബൈയിങ് ദൃശ്യമായിരുന്നു. ഇതിനു പുറമെ ഇന്ന് ബ്രന്റ് ക്രൂഡിന്റെയും ക്രൂഡ് ഓയിലിന്റെയും വിലയിലുണ്ടായ ഇടിവും അതിനോടൊപ്പം തന്നെ ഇന്ന് ഇന്ത്യൻ രൂപയ്ക്ക് അമേരിക്കൻ ഡോളറിനെതിരെ അതിശക്തമായ പെർഫോമൻസ് കാഴ്ചവെക്കുവാൻ സാധിച്ചതും വലിയ ഒരു നഷ്ടത്തിൽ നിന്നും ഒരു പരിധി വരെ നമ്മുടെ മാർക്കറ്റിനെ ഇന്ന് കരകയറ്റുവാനും സഹായിക്കുകയുണ്ടായി. ഈ കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് ഇന്ന് നേരിയ നഷ്ടത്തോടുകൂടി തന്നെ നമ്മുടെ മാർക്കറ്റിന് വ്യാപാരം അവസാനിപ്പിക്കുവാനും സാധിച്ചത്. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റുകൾ പരിശോധിക്കാം. നിലവിൽ US ഡോ ജോൺസ് ഫ്യൂച്ചർ 102 പോയിന്റുകളുടെ നേട്ടത്തിലാണ് വ്യാപാരത്തിൽ തുടർന്നുകൊണ്ടിരിക്കുന്നത്. യൂറോപ്യൻ മാർക്കറ്റ്സിൽ UK മാർക്കറ്റ് 0.5%ലേറെയും ഫ്രാൻസ് മാർക്കറ്റ് നേരിയ നഷ്ടത്തോടുകൂടിയും വ്യാപാരത്തിൽ തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ ജർമ്മൻ മാർക്കറ്റ് 1%ലേറെ നേട്ടത്തിലാണ് വ്യാപാരത്തിൽ തുടർന്നുകൊണ്ടിരിക്കുന്നതും.
ഏഷ്യൻ മാർക്കറ്റ്സിലേക്ക് വരുമ്പോൾ മിക്സഡ് സെന്റിമെന്റ്സ് ആണ് കാണുവാനായിട്ട് സാധിക്കുക. ഇന്ത്യൻ, ജപ്പാൻ, ഹോങ്കോങ്, തായ്വാൻ മാർക്കറ്റുകൾക്ക് നഷ്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കേണ്ടി വന്നു. ബാക്കി എല്ലാ മാർക്കറ്റുകൾക്കും 0.05% മുതൽ 0.5% നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനുമായി. കൊമോഡിറ്റിയിൽ ബ്രന്റ് ക്രൂഡിന്റെ വിലയിൽ 1%-നടുത്തും ക്രൂഡ് ഓയിലിന്റെ വിലയിൽ 1%-ലേറെയും ഇടിവാണ് അനുഭവപ്പെടുന്നത്. ബ്രന്റ് ക്രൂഡിന്റെ വില $60.20 പെർ ബാരൽ എന്ന നിലയിലായിട്ടും ക്രൂഡ് ഓയിലിന്റെ വില $56.45 പെർ ബാരൽ എന്ന നിലയിലുമായിട്ടാണ് വ്യാപാരം തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഗോൾഡിന്റെ വിലയിലും 0.25%-നടുത്ത് ഇടിവാണ് അനുഭവപ്പെടുന്നത്. $4,465.11 പെർ ഔൺസ് എന്ന നിലയിലായിട്ടാണ് ഗോൾഡിൽ വ്യാപാരം തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇതൊരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. CMS ഇൻഫോ സിസ്റ്റംസ് കമ്പനിക്ക് SBIയുടെ ഭാഗത്ത് നിന്നും 1000 കോടി രൂപയുടെ പുതിയ കോൺട്രാക്ട് ലഭിക്കുകയുണ്ടായി. റിഫെക്സ് ഇൻഡസ്ട്രീസ് 43.7 കോടി രൂപയുടെ പുതിയ ഓർഡർ കമ്പനിക്ക് ലഭിച്ചു. ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര ജനുവരി 13 ചൊവ്വാഴ്ച Q3 റിസൾട്ടുകൾ ബാങ്ക് പ്രസിദ്ധീകരിക്കും. RV Encon 66.2 കോടി രൂപയുടെ പുതിയ കോൺട്രാക്ട് ഭാരത് പെട്രോളിയത്തിന്റെ ഭാഗത്തു നിന്നും കമ്പനിക്ക് ലഭിക്കുകയുണ്ടായി. ടാറ്റ ടെക്നോളജീസ് ജനുവരി 16 വെള്ളിയാഴ്ച കമ്പനിയുടെ Q3 റിസൾട്ട് പ്രസിദ്ധീകരിക്കും. GSFC സൾഫൂറിക് ആസിഡ് ഉൽപ്പാദിപ്പിക്കുന്നതിനായി വഡോദരയിലെ ഫെർട്ടിലൈസർ നഗറിൽ കമ്പനി ഒരു നിർമ്മാണ പ്ലാന്റ് കമ്മീഷൻ ചെയ്യുകയുണ്ടായി. മാത്രമല്ല, പ്രസ്തുത പ്ലാന്റിന്റെ വാണിജ്യ ഉൽപാദനം ഇന്നു മുതൽ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. തെർമാക്സ് അടുത്ത കുറച്ച് വർഷത്തിനുള്ളിൽ ഹൈഡ്രജൻ ബിസിനസ്സിൽ 100 കോടി രൂപയിലധികം നിക്ഷേപിക്കുവാൻ കമ്പനി പദ്ധതി ഇടുന്നു എന്നുള്ള റിപ്പോർട്ട്സും വരുന്നുണ്ട്. ഏവർക്കും ശുഭരാത്രി നേരുന്നു. നാളെ രാവിലെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സുമായി കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.